ഡീമ്യൂച്വലൈസേഷൻ. എന്താണ് ഡീമ്യൂച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡീമ്യൂച്വലൈസേഷൻ പറയുന്നതിന് മുന്നേ എന്താണ് ഒരു മ്യൂച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ, മ്യൂച്വലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മ്യൂച്വലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്സ്ചേഞ്ച് വേർ ദ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഹാൻഡിൽഡ് ഓർ മാനേജ്ഡ് ബൈ ദ സെയിം പേഴ്സൺസ് ഹു ഹാവ് ദ ട്രേഡിംഗ് റൈറ്റ്സ് ഇൻ ദ സെയിം എക്സ്ചേഞ്ച്. അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓണർഷിപ്പും മാനേജ്മെൻറ്റും, അതായത് അതിലെ ഷെയർ ഹോൾഡേഴ്സും തന്നെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ അവർക്ക് തന്നെ എന്തുണ്ട്, ട്രേഡിംഗ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് മ്യൂച്വലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. That means the members are trading at the same exchange in which they have ownership and management. ഒരാൾക്ക് ഓണർഷിപ്പ് ഉള്ള അതേ കമ്പനിയിൽ, അതേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അയാൾക്ക് ട്രേഡിങ്ങും നടത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് മ്യൂച്വലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പ്രശ്നം വരിക എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ക്രിയേറ്റ്സ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് സംടൈം. ചില സമയങ്ങളിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്താണ് ഇതിനെ ഡീമ്യൂച്വലൈസ്ഡ് ആക്കാനുള്ള തീരുമാനം സെബിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സോ ഡീമ്യൂച്വലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്സ്ചേഞ്ച് വേർ ദ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി എക്സ്ചേഞ്ച് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ട്രേഡിംഗ് റൈറ്റ്സ്. സോ ആ ഒരു ഓണർഷിപ്പിനെയും മാനേജ്മെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന, സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഉള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് ഡീമ്യൂച്വലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. Okay, so the first stock exchange to be demutualized in the world is Stockholm Stock Exchange in 1993. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓണർഷിപ്പ് വേറെ ആയിരിക്കും, മാനേജ്മെൻറ്റ് വേറെ ആയിരിക്കും. സോ നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ കേസിലൊക്കെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും വ്യത്യാസമുണ്ട്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഓണേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ അതുപോലെ തന്നെ പിന്നെ ഇറ്റ് റിസോൾവ്സ് ദ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഹൗ മച്ച് ഡിഗ്രി ഓഫ് ഡിമ്യൂച്വലൈസേഷൻ ടു ബി അഡോപ്റ്റഡ്. സോ ഡിമ്യൂച്വലൈസേഷൻ എത്രത്തോളമാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, എത്രത്തോളം സെപ്പറേഷൻ ആക്കിയിട്ടുണ്ടോ അത്രത്തോളം നമ്മളുടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും. ഓക്കെ, സോ അതാണ് ഡീമ്യൂച്വലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഡീമ്യൂച്വലൈസേഷൻ്റെ ബെനിഫിറ്റ്സ്? ഡീമ്യൂച്വലൈസേഷൻ ഒന്നാമത്തെ ബെനിഫിറ്റ് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതായത് എക്സ്ചേഞ്ചും ബ്രോക്കർ മെമ്പേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. രണ്ടാമത്, ദിസ് റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് ബ്രോക്കേഴ്സ് യൂസിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ പേഴ്സണൽ ഗെയിൻ. ബ്രോക്കേഴ്സ് അവരുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ യൂസ് ചെയ്യാനുള്ളൊരു അവസരം അവർക്ക് കിട്ടില്ല. അതുപോലെ ഡീമ്യൂച്വലൈസേഷൻ ഹെൽപ്പ് ടു ആക്സസ് മോർ റിസോഴ്സസ്. Also, with the globalization, the need for entering into strategic alliance with other exchanges or acquiring other exchanges for growth or even survival has become important. സോ മറ്റുള്ള റിസോഴ്സസുകളെ ആക്സസ് ചെയ്യാനും അതുപോലെ മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ ആക്സസ് ചെയ്യാനും മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ വേണമെങ്കിൽ സ്ട്രാറ്റജിക് അലയൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ ഡീമ്യൂച്വലൈസേഷൻ സഹായകമായിരിക്കും. A corporatized structure is best suited for this as it facilitates faster decision making and easy access to finance. സോ എപ്പോഴും ഒരു കമ്പനി ഫോർമാറ്റിലുള്ള കോർപ്പറേറ്റൈസ്ഡ് സ്ട്രക്ചറാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. കാരണം അത് ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആക്കാനും ഫിനാൻസ് ആക്സസ് ചെയ്യാനും ഒക്കെ എളുപ്പം അതാണ്. ദ ഓപ്പറേറ്റേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിക്കം മോർ ട്രാൻസ്പാരൻറ്റ്. ഓക്കെ, then for the members too, demutualization makes sense as it make their asset is liquid which the member can easily sell. സോ ഒരു ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് പിന്നെ അവിടെ മാനേജ്മെൻറ്റിൽ അവർക്ക് റൈറ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ അസറ്റ് പെട്ടെന്ന് തന്നെ വെച്ചാൽ അവർക്ക് പിന്നെ ഈസിലി സെയിൽ നടത്താനും ഒക്കെ ഒരു മെമ്പർ എന്ന നിലയിൽ അവർക്ക് വേഗം നടത്താൻ, ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അവർ മാനേജ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ അവർ കുറേ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കൂടി ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഡിസിഷൻ മേക്കിങ്ങിലും കൂടെ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ലാസ്റ്റ് വൺ, ഓൺ ഡീമ്യൂച്വലൈസേഷൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിക്കംസ് പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റി. ഓക്കെ, അതായത് മ്യൂച്വലൈസ്ഡ് ഫേം ആണെന്നുണ്ടെങ്കിൽ അതൊരു കോർപ്പറേറ്റ് സൊസൈറ്റി പോലെയാകും. പക്ഷേ ഡീമ്യൂച്വലൈസേഷൻ ആകുമ്പോൾ അത് പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സിന് അവരുടെ ഷെയറിൻ്റെ പ്രോഫിറ്റിൻ്റെ വിഹിതം ഷെയറായിട്ട് അവർക്ക് കിട്ടുമല്ലോ ഡിവിഡൻറ്റിലൂടെ.
അപ്പോൾ പിന്നെ അറ്റ് ദ സെയിം ടൈം ദെയർ ട്രേഡിംഗ് റൈറ്റ്സ് റിമെയിൻ ഇൻടാക്റ്റ്. അവർക്ക് ട്രേഡിംഗ് റൈറ്റ്സ് ഉണ്ടാവും ചെയ്യും, അതേസമയം അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ മെമ്പേഴ്സിനെ സംബന്ധിച്ചും അത് ബെനിഫിറ്റബിൾ ആണ്, കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചും അത് ബെനിഫിറ്റബിൾ ആണ് ഡീമ്യൂച്വലൈസേഷൻ. ഓക്കെ. അറ്റ് പ്രസൻറ്റ് നമ്മളുടെ ഇന്ത്യയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ OTCEI ഇത് രണ്ടും ഡീമ്യൂച്വലൈസ്ഡ് ആണ്. ഓക്കെ, NSE ആൻഡ് OTCEI ആർ ഡീമ്യൂച്വലൈസ്ഡ്. ഓക്കെ. ദെൻ ലാസ്റ്റ് സിമ്പിൾ ടോപ്പിക്, സർക്യൂട്ട് ഫിൽറ്റർ ഓർ പ്രൈസ് ബാൻഡ്. സോ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സർക്യൂട്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രൈസ് ബാൻഡും. ഇറ്റ് ഈസ് ബേസിക്കലി എ പ്രൈസ് ബാൻഡ് വിച്ച് ഈസ് ലെവീഡ് ബൈ സെബി ടു കർബ് ദ എക്സസീവ് മൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റോക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസിൽ വല്ലാതെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു സംഭവമാണ് സർക്യൂട്ട് ഫിൽറ്റർ അല്ലെങ്കിൽ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വയ്ക്കുക, ബിയോണ്ട് വിച്ച് ദ പ്രൈസസ് ഓഫ് ദ ഷെയർസ് ആർ റെസ്ട്രിക്റ്റഡ് ടു മൂവ് ഓൺ എ പെർട്ടിക്കുലർ ഡേ. ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിന് ഒരു ലിമിറ്റ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വയ്ക്കാം. അതിൽ കൂടുതലായിട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന, ആ ഒരു കണ്ടീഷൻ വയ്ക്കുന്ന ആ ഒരു ലിമിറ്റിനെയാണ് സർക്യൂട്ട് ഫിൽറ്റർ എന്ന് പറയുന്നത്. So it restricts the extreme price movement and manipulation carried out by the stock broker. എക്സ്ട്രീം പ്രൈസ് മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. സോ അതിലൂടെ സ്റ്റോക്ക് ഓപ്പറേറ്റർ ചെയ്യുന്ന മാനിപ്പുലേഷൻസിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. So stock exchange plays the price band with upper and lower circuits within which the stock prices are not allowed to move in a particular day. ഒരു പെർട്ടിക്കുലർ ഡേയിൽ അപ്പർ മൂവ്മെൻറ്റും ലോവർ മൂവ്മെൻറ്റും ഒക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുക. അതിപ്പോൾ കൂടുതലായി വരികയാണെന്നുണ്ടെങ്കിലും ഒരു സെല്ലറിനെ സംബന്ധിച്ച് അയാൾക്ക് അമിത ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇനി കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബയർ ആവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കും എന്തുണ്ടാകും, കൂടുതൽ ലാഭം ഉണ്ടാകും. പക്ഷേ അതില്ലാതെ, അത് വളരെയധികം പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും. സോ അതില്ലാതെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റിൻ്റെ ലോവർ ലിമിറ്റിൻ്റെ ആണെങ്കിലും അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ വെക്കുന്നതിനെയാണ് സർക്യൂട്ട് ഫിൽറ്റർ അല്ലെങ്കിൽ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ.